അധ്യക്ഷൻ സഖാവ് സി എസ് രാജു, സഖാവ് പട്ടാളി, സഖാവ് ജോഷ്, സഖാവ് ചാൾസ്, സഖാവ് ഫ്രെഡി, പ്രിയപ്പെട്ട സാധുക്കളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞൊരു വർഷമായി വൈക്കത്ത് വിവിധ സംഘടനകൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വർഷം ആചരിക്കുകയാണ്. ഒരുപക്ഷെ പങ്കാളിത്തത്തിൽ ഏറ്റവും കുറവ് ആളുകൾ പങ്കെടുക്കുന്നത് ഈ സമ്മേളനത്തിലെ കോൺഗ്രസിൻ്റെ വലിയ സമ്മേളനം നടന്നു, CPIഎമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ സമ്മേളനം നടന്നു, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ സമ്മേളനം നടന്നു. വിചിത്രമെന്ന് പറയട്ടെ, BJPയും സംഘപരിവാർ ശക്തികളും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100-ാം വർഷം ആചരിച്ചു. കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രവും വർത്തമാനവും എന്ന ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള പരിപാടിയാണ് 3 മണി മുതൽ നമ്മളിവിടെ ആരംഭിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രവും വർത്തമാനവും. ചരിത്രം നമുക്ക് ഒരുപാട് അറിയാം. ശ്രീനാരായണ ഗുരുവിനെ ഈ വഴിയിലൂടെ റിക്ഷയിൽ പോകുമ്പോൾ ആ റിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ വലിച്ച് താഴെ ഇറക്കിയ തെരുവീതിയാണിത്. ശ്രീനാരായണ ഗുരുവിനെ റിക്ഷയിൽ നിന്ന് ബലമായി പിടിച്ച് ഇറക്കിയ ഈ തെരുവീതിയിൽ അതിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർത്തലയിൽ രൂപം കൊണ്ട സഹോദര സംഘം അതിൽ പ്രതിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സവർണ മാടമ്പിമാർ മുതു മരഞ്ചാടി എന്ന് വിശേഷിപ്പിച്ച മൂലൂർ S. പത്മനാഭ പണിക്കർ ഇതിനെക്കുറിച്ച് ഒരുപാട് കവിതകൾ എഴുതി. അദ്ദേഹം എഴുതി, കേട്ടോ വെമ്പനാട്ടുകായലിലും മുങ്ങി മരിക്കാനും മിണ്ടം തുരുത്തിയുടെ ചുറ്റു വേണമ്പോൾ. വെമ്പനാട്ടുകായലിൽ മുങ്ങി മരിക്കാനും മിണ്ടം തുരുത്തിയുടെ ചുറ്റു വേണമ്പോൾ. നായയും നരിയും നടക്കുന്ന പന്ഥാവിൽ കോഴി മുഴക്കുന്ന പാഷാണ്ഡന്മാർ എന്ന കവിതയും പിറക്കുന്നതിന് കാരണമായി മാറിയത് ഈ സാഹചര്യമാണ്. 100 വർഷം കഴിഞ്ഞു, 1800 മുതൽ 1950 വരെ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യ അന്ന് അങ്ങനെ രൂപം കൊണ്ടിട്ടില്ലെങ്കിൽ പോലും നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുമൊക്കെ നടന്നിരുന്ന ഈ രാജ്യങ്ങളിൽ മുഴുവൻ തന്നെ ഭൂമി കുലുക്കമുണ്ടായ കാലങ്ങളായി. 1829 സതി നിർത്തലാക്കുന്നത്. 1850 അയിത്തവും അനാചാരവും ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നത്. 1856 മറ്റു പല തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത്. 1891 പെൺകുട്ടികളെ, 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിനെതിരായിട്ടുള്ള നിയമനിർമ്മാണം നടക്കുന്നത്. 1893 മനുഷ്യർക്ക് വഴി നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന അങ്ങ് തെക്കൻ തിരുവിതാംകൂറിൽ അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര കേരളത്തിന്റെ നെട്ടിക്കപ്പിളർന്നുകൊണ്ട് അന്ധകാരം വ്യാപിച്ചു കടന്നിരുന്ന സമൂഹത്തിൽ സൂര്യവെളിച്ചത്തിന്റെ തേര് തെളിച്ചുകൊണ്ട് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയൊക്കെ കടന്നുപോയത്. 5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് ചെറുപ്പക്കാരെയും കൂട്ടി ആറാലമുടി ചന്തയിലൂടെ ആരുണ്ട് വഴി തടയാനെന്ന് ചോദിച്ചുകൊണ്ട് നടന്നുപോയി. അന്ധകാര ആവൃതമായിരുന്ന നമ്മുടെ സമൂഹത്തിൽ സൂര്യവെളിച്ചം പതുക്കെ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ സൂര്യവെളിച്ചം കടന്നു വരാൻ തുടങ്ങിയ സമയത്ത് വ്യത്യസ്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളുടെ അലമാലകൾ നമ്മുടെ കേരളത്തിന്റെ, അന്ന് കൊച്ചിയും തിരുവിതാംകൂറും മലബാറുമായി വിഭജിച്ച് കിടക്കുന്ന കേരളത്തിന്റെ തെരുവുകളിൽ പ്രക്ഷോഭങ്ങളുടെ അലമാലകൾ ഉയർന്നു. ആ പ്രക്ഷോഭങ്ങളുടെ അലമാലകൾ ഉയർന്ന ഘട്ടത്തിലായിരുന്നു ആശാൻ വിവേകോദയത്തിൽ ലഹളെ നീ തന്നെ ഇന്ന് ഏറ്റവും വലിയ പരിഷ്കർത്താവ് എന്നെഴുതിയത്. ലഹളെ നീ തന്നെ ഏറ്റവും വലിയ പരിഷ്കർത്താവ് എന്നും കുമാരനാശാൻ എഴുതുന്ന തരത്തിൽ കേരളത്തിന്റെ വ്യത്യസ്തമായ വിഭാഗങ്ങളിലൊക്കെ തന്നെ പതുക്കെ മനുഷ്യൻ, സ്വാതന്ത്ര്യ ബോധമുള്ള മനുഷ്യർ
അവരൊക്കെ തന്നെ പതുക്കെ പതുക്കെ തെരുവിലേക്ക് തല ഉയർത്തി നിവർന്ന് നടക്കാൻ തുടങ്ങിയിരുന്നു, നിവർന്ന് നിൽക്കാൻ തുടങ്ങിയിരുന്നു. വൈക്കം സത്യാഗ്രഹം നേരത്തെ പറഞ്ഞ രൂപത്തിൽ സമരങ്ങളുടെ ചരിത്രം എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? നേരത്തെ ജോജിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാം വിജയം കൈവരിച്ച സമരങ്ങൾ മാത്രമാണോ? അങ്ങനെയാണെങ്കിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാം എങ്ങനെ വിലയിരുത്തും? മാർച്ച് 23 തൂക്കിലേറ്റിയ ഭഗത് സിംഗിനെയും സുഖദേവനെയും അല്ലെങ്കിൽ അവരെ പോലുള്ള ധീരന്മാരായ ആളുകൾ പരാജയപ്പെട്ട സമരമായിരുന്നു. ആ സമരങ്ങളൊക്കെ പിന്നീട് 1947 യൂണിയൻ ജാക്ക് വലിച്ചു താഴ്ത്തി മൂവർണ്ണ കൊടിയേർന്നപ്പോൾ ആ പ്രക്ഷോഭങ്ങളുടെ വിജയമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ വഴി അന്ന് തുറന്നു കിട്ടിയില്ല. പക്ഷേ വൈക്കം വഴി മാത്രമല്ല നമുക്ക് തുറന്നു കിട്ടിയത്. നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഇവിടെ തിരുവാർപ്പ് ഈ കോട്ടയം ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു അമ്പലമാണ് ആ തിരുവാർപ്പ്. അതുപോലെ തന്നെ അമ്പലപ്പുഴ, സുചീന്ദ്രൻ ക്ഷേത്രം, ഇതിന്റെയൊക്കെ വഴികൾ പിന്നീട് തുറന്നു. ഏതാണ്ട് 22,900 അമ്പലങ്ങൾ അന്ന് തിരുവിതാംകൂറിൽ മാത്രം ഉണ്ടായിരുന്നു. 22,900 അമ്പലങ്ങൾ, ചെറുതും വലുതുമായ അമ്പലങ്ങൾ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു. വൈക്കം സത്യാഗ്രഹം മാർച്ച് 30 മുതൽ തുടങ്ങി 20 മാസത്തോളം നീണ്ടു നിന്നു, പിൻവലിക്കപ്പെട്ടു. ആ പ്രക്ഷോഭത്തെക്കുറിച്ച് വ്യത്യസ്തമായി പലതരത്തിൽ പല ആളുകൾ പലതൊക്കെ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ചരിത്രത്തെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് 100 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 2022 ഈ വൈക്കം ക്ഷേത്രത്തിൽ ഉണ്ണി പൊന്നപ്പൻ എന്ന് പറയുന്ന ഒരു ഈഴവ ചെറുപ്പക്കാരന്റെ പൂജാരി നിയമനം കിട്ടി. അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ പറ്റിയില്ല. 2017 ആലപ്പുഴ ജില്ലയിൽ സുദീപ് കുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പൂജാരി സ്ഥാനം കിട്ടി. ആ പണി ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോ ഉടൽമാണിക്യം, കാരായ്മ എന്ന് പറയുന്ന അവസ്ഥ. 1855 വിശാഖപട്ടണത്ത് പഴയ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു ശിവന്റെ പ്രതിമയിൽ ഒരു സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ കരിക്ക് കൊണ്ടൊരു അഭിഷേകം നടത്തി. 1855 കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തിയത് അവർണനാണ്. ആ അവർണനായ മനുഷ്യൻ കരിക്ക് കൊണ്ട് അഭിഷേകം നടത്തി കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമുണ്ടായി, വലിയ കേസ് വന്നു. നേരത്തെ കുരിപ്പുഴയ്ക്കെതിരായിട്ട് പല കേസുകൾ വന്നതുപോലെ വലിയ കേസ് വന്നു. ആ കേസ് എത്തിയത് അന്നത്തെ ഒരു ബ്രിട്ടീഷ് ജഡ്ജി പോർട്ടൽ എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ മുന്നിലാണ് ആ കേസ് വന്നത്. ഡിഫൈൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ഐത്തം അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഡിഫൈൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ആ വാക്കുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് കോടതിയിൽ വലിയ വിവാദങ്ങൾ നടന്നു, കേസുകൾ വന്നു. ഈ പോർട്ടൽ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ അദ്ദേഹം പറഞ്ഞു, ഈ ഡിഫൈൻ എന്ന് പറയുന്ന വാക്ക് അത് മലിനപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു അർത്ഥം ആണ് ആ വാക്കിനുള്ളത്. ഇവിടെ മലിനപ്പെടുത്തൽ ഒന്നും നടന്നിട്ടില്ല, അതുകൊണ്ട് ഇദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പോർട്ടൽ വിധിച്ചു. പക്ഷെ പോർട്ടൽ വിധിച്ചിട്ട് അവിടെ നിന്നില്ല. അന്നത്തെ മദ്രാസ് ഹൈക്കോടതിയിൽ മുത്തുസ്വാമി ദീക്ഷിതർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്നറിയപ്പെടുന്ന മുത്തുസ്വാമി ദീക്ഷിതരുടെ മുന്നിലേക്ക് ഈ കേസ്, പോർട്ടൽ വിധി പറഞ്ഞ കേസ് ഐത്തമല്ല, അല്ലെങ്കിൽ അതിൽ യാതൊരു വിധത്തിലുള്ള നിയമ 295 വകുപ്പ് പോലെയുള്ള മതസ്പർദ്ധികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നത് ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന പോർട്ടലിന്റെ വിധി അപ്പീൽ വന്നു മുത്തുസ്വാമി ദീക്ഷിതരുടെ മുന്നിൽ. മുത്തുസ്വാമി ദീക്ഷിതർ പറഞ്ഞു, ഇത് ഒരു വാച്യാർത്ഥത്തിന്റെ പ്രശ്നമല്ല, ബ്രാഹ്മണർ എന്താണോ ഐത്തമാണെന്ന് കൽപ്പിക്കുന്നത് അതാണ് പാലിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറ്റവാളിയാണ് എന്ന് 1855 മുത്തുസ്വാമി എന്ന് പറയുന്ന ആ ജഡ്ജിയുടെ വിധിയുടെ പ്രേതം അല്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഇപ്പോഴും കാരായ്മയ്ക്കെതിരായി, കൂടൽമാണിക്യത്തിലെ പ്രശ്നമായാലും വൈക്കത്തിൽ ഉണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നിയമനത്തിനെതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോ ഈ 100ാം വർഷം ആചരിക്കുമ്പോൾ അതിന്റെ വർത്തമാനത്തെ, ചരിത്രത്തെയും വർത്തമാനത്തെയും കുറിച്ച് പറയുന്നത്. മറ്റിവിടെ നേരത്തെ സംസാരിച്ച ആളുകൾ എല്ലാവരും പറഞ്ഞതുപോലൊരു കാര്യമുണ്ട്. സാമൂഹ്യ തിന്മകൾക്കെതിരായി, ഐത്തത്തിനെതിരായി, അനാചാരങ്ങൾക്കെതിരായി നടക്കുന്ന സമരങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊതുധാരയുമായി ബന്ധിപ്പിക്കപ്പെട്ട ഒരു സമരമായിരുന്നത്. അത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അത് മാത്രമല്ല. പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആദ്യത്തെ കുഞ്ഞാപ്പി എന്ന് പറയുന്ന പുലയൻ, ബാബുലയൻ എന്ന് പറഞ്ഞ ഈഴവൻ, അങ്ങനെ മറ്റൊരു നായരി, ആദ്യത്തെ 3 ആളുകളുടെ
ഈ പരിപാടി നേരത്തെ പറയുന്ന നിയമലംഘനം നടത്തുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ 3 പേരാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോഴാണ് ജോർജ് ജോസഫ് ഒക്കെ ജയിലിൽ നിന്നുകൊണ്ട് EV രാമസ്വാമി നായർക്കരെ ഈ സമരം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നാഗമ്മ, അദ്ദേഹത്തിന്റെ സഹോദരി അമ്മ, ഈ ജനകീയ സമരങ്ങളിലൊക്കെ തന്നെ സ്ത്രീ പങ്കാളിത്തം അധികമില്ലാതിരുന്ന കാലത്ത് EV രാമസ്വാമി നായ്ക്കരെ അടക്കമുള്ള ആളുകൾ ജയിലിലേക്ക് അടച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ നാഗമ്മയും അദ്ദേഹത്തിന്റെ സഹോദരിയും അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചുകൊണ്ട് ആ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നു എന്നും നാം മനസ്സിലാക്കും. സ്ത്രീകളുടെ പങ്കാളിത്തം, പ്രക്ഷോഭം. ജോൺ ജോസഫിനെയും മറ്റു പല ആളുകളെയും ഗാന്ധിജി ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല, ഹിന്ദുക്കൾ ഇത് ഹിന്ദുത്വത്തിന്റെ നവീകരണത്തിന്റെ പ്രശ്നമാണ് എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു. അവരെ മാത്രമല്ല, ലാൽ സിംഗിന്റെ നേതൃത്വത്തിൽ അകാലിദൾ ഇങ്ങോട്ട് വന്നു. സത്യാഗ്രഹം നടത്തുന്ന ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന ഒരു ശാലയുണ്ടായിരുന്നു. ജൂൺ 4 തീയതി ഗാന്ധിജിയുടെ ആഹ്വാനം കേട്ട് അവരെ ആ ഭക്ഷണശാല അടച്ചു പൂട്ടിപ്പോയി. ജൂൺ 25 സത്യാഗ്രഹത്തിനെതിരായി ഇവിടുത്തെ സവർണരുടെ മറ്റൊരു സത്യാഗ്രഹം ഇവിടെ ആരംഭിച്ചു. ആ സത്യാഗ്രഹം അവിടെ ആരംഭിച്ചതോടുകൂടിയാണ് ഈ പ്രക്ഷോഭകാരികൾക്കെതിരായി വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, ഗുണ്ടകളുടെ ആക്രമണങ്ങൾ, സവർണ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായത്. ആമച്ചാടി ദേവന്റെ ചിത്രത്തോടൊപ്പം ഒരു കണ്ണട വെച്ച മനുഷ്യന്റെ ചിത്രം ഇരിക്കുന്നുണ്ട്, രാമനിളയത്. ആമച്ചാടി ദേവൻ ദളിതനായതുകൊണ്ട് ആമച്ചാടി ദേവനെ പിടിച്ചു കെട്ടാൻ പറ്റില്ല, കാരണം അത് അയിത്തം ഉണ്ടാവും. അതുകൊണ്ട് കലക്കിയ കമ്പട്ടി പശയിൽ ചുണ്ണാമ്പ് കലക്കി അത് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് എറിയുകയാണ് ചെയ്തത്. പക്ഷെ രാമനിളയതിനെ അങ്ങനെയല്ല, നേരിട്ട് തന്നെ പിടിച്ച് ചുണ്ണാമ്പ് എഴുതി. അദ്ദേഹത്തിന്റെ പിടച്ചിൽ കണ്ടിട്ട് ഈ ക്രൂരതയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്നത് ഇണ്ടതുരുത്തി മനയുടെ അല്ലെങ്കിൽ വേലുപ്പിള്ള എന്ന് പറയുന്ന ഒരു ഭീകരനായിട്ടുള്ള ഇതിന് നേതൃത്വം, ഈ കണ്ണിൽ ചുണ്ണാമ്പെഴുതുന്ന ഭീകര പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന വേലുപ്പിള്ള 3ാമത്തെ ദിവസം കെട്ടിത്തൂങ്ങിച്ചത്തു. അത്ര ഭീകരമായ രൂപത്തിലായിരുന്നു ഈ സത്യാഗ്രഹികളെ കൈകാര്യം ചെയ്തിരുന്നത്. എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഇതിലിങ്ങ് പോവാം. വൈക്കത്ത് അഷ്ടമി വന്നാൽ നമുക്ക് ഇവിടെ ആളെ തട്ടിയിട്ട് ഈ റൂട്ടിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല. അത്രമാത്രം വിഷയമാണ് ഉണ്ടായത് ഈ തെരുവ്. ഈ തെരുവിനെയൊക്കെ തന്നെ പൊതുമേഖലയെ, പയ്യങ്കാളിയുടെ സമരം എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള നവോത്ഥാനത്തിന്റെ പ്രശ്നം വെച്ച പുത്തുകിട്ടങ്ങളെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളൊക്കെയാണ് യൂറോപ്പിൽ നടന്നത്. യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലായിരുന്നു നമ്മുടെ കേരളത്തിൽ നടന്നത്. ഇപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഫോർഗോട്ടൻ ലെഗസി എന്ന് പറയുന്ന പുസ്തകം യൂറോപ്പിനെ അങ്ങനെ തന്നെ അനുകരിക്കുന്ന രൂപത്തിലാണ് നമ്മൾ വരേണ്ടത്. ബ്ലാക്ക് അദീന എന്ന് പറയുന്ന രൂപത്തിലേക്കുള്ള പ്രശ്നങ്ങൾ യൂറോപ്പ് ഏറ്റവും വലിയ ഏറ്റവും ഉയർന്നവരും ബാക്കി മനുഷ്യരും മുഴുവൻ തന്നെ ഏറ്റവും പിന്നോക്കം കിടക്കുന്നവരാണെന്ന് പറയുന്ന അവരുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി വന്നതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ലോകത്തിന്റെ പല കോണുകളിൽ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പുസ്തകമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് അദീനയും അതുപോലെ ഫോർഗോട്ടൻ ലെഗസി പോലുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ഈ പുതിയ ചരിത്ര വീക്ഷണത്തെ എങ്ങനെയാണ്, നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായ ചരിത്രത്തെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, വിലയിരുത്തേണ്ടത് എന്നതിനെ കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. സ്വാഭാവികമായി നമ്മൾ ഇന്ന് 100 വർഷം കഴിഞ്ഞ് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ, നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പ്രധാനമന്ത്രി, ആദ്യത്തെ പ്രസിഡന്റ് ആ ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പോകാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്ത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നിരുന്ന ഒരു നാട്ടിൽ അമ്പലത്തിന്റെ പൂജാരിയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വേഷം കെട്ടി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗാന്ധിവധത്തിന്റെ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പോലും അതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ജന്മദിനത്തിൽ പുതിയ പാർലമെന്റും ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന വർത്തമാന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറുന്നു നമ്മൾ ഒഴിപ്പിച്ച പിശാചുക്കൾ എന്ന് സച്ചിദാനന്ദൻ ഒരു കവിതയിൽ പറയുന്നുണ്ട്. ഏറുന്നു നമ്മൾ ഒഴിപ്പിച്ച പിശാചുക്കൾ. ഏതൊക്കെയാണോ നമ്മൾ തൂത്തുമാറ്റാൻ പരിശ്രമിച്ചതും ഏതിനെയൊക്കെയാണോ നമ്മൾ ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചതും അത്തരം ശക്തികളൊക്കെ പതുക്കെ ഇങ്ങനെ വരികയാണ്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ മണിയടിച്ച് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മണിയടിച്ച കൃഷ്ണപിള്ളയും AK ഗോപാലനും ഒക്കെ തന്നെ ഹിന്ദുത്വ സംഘടനകളുടെ വക്താക്കളാണ് എന്ന് പറയുന്ന പോസ്റ്ററൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാലം അധികം വൈകാതെ വരാം. കാരണം എല്ലാവരെയും അങ്ങനെ തന്നെ ഏറ്റെടുക്കുന്ന, എല്ലാം തന്നെ തങ്ങളുടേതാക്കി മാറ്റുന്ന വർത്തമാന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്കിന്നിപ്പോ കർക്കിടക മാസമില്ല, അത് രാമായണ മാസമായി.
കർക്കിടക മാസം ഉണ്ടോ? നമുക്കില്ല. പക്ഷെ 1980 മുൻപ് നമുക്ക് കർക്കിടക മാസമായിരുന്നു, പഞ്ഞക്കർക്കിടകമായിരുന്നു. ആ പഞ്ഞക്കർക്കിടകം എങ്ങനെയാണ് രാമായണ മാസമായി മാറിയത്? നേരത്തെ പലരും സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദളിതരുടെ ദൈവങ്ങളെ, ദളിതരുടെ കാവുകളെ ഒക്കെ തന്നെ വലിയ തോതിൽ ഏറ്റെടുക്കപ്പെടുന്ന രൂപത്തിലുള്ള ബ്രാഹ്മണിക്കൽ ആചാരങ്ങളുടെ തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. 1980 വാഷിങ്ടണിൽ അന്താരാഷ്ട്ര VHPയുടെ അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്നത്. ആ അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ഇന്ത്യയിൽ 3000-ഓളം ക്ഷേത്രങ്ങൾ തർക്കപ്രശ്നമാക്കണം എന്ന് പറയുന്ന അജണ്ട വരുന്നത്. ഇന്ത്യയിലല്ല, അങ്ങ് വാഷിങ്ടണിലാണ്. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചിയിൽ വിശാല ഹിന്ദു സമ്മേളനം നടന്നു. 81 ഈ കൊച്ചിയിൽ വിശാല ഹിന്ദു സമ്മേളനം നടന്നു. ആ വിശാല ഹിന്ദു സമ്മേളനത്തിന് കാർമ്മികത്വം വഹിച്ചിരുന്ന ആളുകൾ അധികം വൈകാതെ ദക്ഷിണ ഹിന്ദി പ്രചാര സഭയുടെ ഓഫീസിൽ യോഗം ചേർന്ന് കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി മാറ്റാൻ തീരുമാനിച്ചു. പതുക്കെ പതുക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഓരോന്ന് പതുക്കെ നടന്നു. അങ്ങനെ അങ്ങ് തെക്കൻ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഒരു പൊങ്കാല അടുപ്പ് കേരളത്തിന്റെ തെരുവീതികളിൽ മുഴുവൻ തന്നെ അതിന്റെ പുക നിറഞ്ഞ് കവിയാൻ തുടങ്ങി. ആൾദൈവങ്ങളുടെ പരമ്പരയുണ്ടാകാൻ തുടങ്ങി. പുതിയ രൂപത്തിൽ 1924 ഉണ്ടായിരുന്നതിനേക്കാൾ അപ്പുറത്ത് പുതിയ രൂപത്തിൽ, പുതിയ വേഷത്തിൽ, പുതിയ ഭാവത്തിൽ ഒക്കെ തന്നെ വ്യത്യസ്തമായ ശക്തികൾ, ഫിനാൻസ് മൂലധനത്തിന്റെ കൂടി സഹായത്തോടുകൂടി ഇത്തരം ശക്തികൾ കടന്നു വരുന്നത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഒരു 100 വർഷം കഴിഞ്ഞൊരു കാര്യത്തെ അതിന്റെ അയവിറക്കൽ ഉണ്ടാകുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഴയ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുണ്ട്. അത് അമച്ചാടിത്തേവനെ കുറിച്ച് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഷൺപിള്ളയെ കുറിച്ച് പറയാൻ പറ്റും. ഇദ്ദേഹം കണ്ണ് രണ്ട് പോയി, വലിയ ജന്മിയായിരുന്നു നേരത്തെ. പിന്നെ ഇവിടുന്ന് പോയി രാമനിളയത് അങ്ങ് പോയി. അതിനുശേഷം തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് മരിച്ചു കിടക്കുന്നത് KP കേശവമേനോൻ അദ്ദേഹത്തെ കാണുന്നത് കൊണ്ട് മരിച്ചു കിടക്കുന്ന ഒരു ജഡം കണ്ടപ്പോഴാണ് കേരളത്തെ കേരളമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമരത്തിന്റെ മുൻപന്തിയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ത്യാഗങ്ങളും പീഡനങ്ങളും അനുഭവിച്ച രാമനിളയതിന്റെ ജഡമായിരുന്നു ആ തെരുവിൽ കണ്ടത് എന്ന് മനസ്സിലാക്കി. വളരെ പ്രസിദ്ധമായൊരു കവിതയുണ്ടല്ലോ, താജ്മഹൽ നിർമ്മിച്ചത് ആരാണ്? ഷാജഹാൻ. ഉത്തരം ഷാജഹാൻ. ഒരു കൽപ്പണിക്കാരൻ പോലും ഉണ്ടായിരുന്നില്ലേ കൂടെ? ഒരു കൽപ്പണിക്കാരൻ പോലും ഉണ്ടായിരുന്നില്ലേ? ചരിത്രം സൃഷ്ടിക്കുന്നതിൽ നേതൃത്വം പങ്കുവഹിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട്. പക്ഷേ ആ ചരിത്രം സൃഷ്ടിക്കുന്നതിനൊപ്പം തന്നെ ഒരുപാട് മനുഷ്യരുടെ പരമ്പരയുണ്ട്. ആ ചരിത്രം പലപ്പോഴും വിജയികളാണ് എപ്പോഴും ചരിത്രം എഴുതുക. അപ്പൊ പലരെയും തിരസ്കരിച്ചു പോകും. അതുകൊണ്ടാണ് ആമച്ചാടി ദേവന് എന്താണ് ഒരു സ്മാരകമില്ലാതെ പോയത് എന്ന ഒരു ചോദ്യമൊക്കെ വരുന്നത്. അദ്ദേഹത്തിന് ഈ അടുത്താണ് കുരിപ്പുഴ ഒരു കവിതയെ കുറിച്ച് പറഞ്ഞു, വേറൊരാളാണ് ഒരു ചെറിയ പുസ്തകം എഴുതിയത്. അത് അദ്ദേഹത്തിന്റെ വീട്ടുകാരിപ്പോ പേരക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു അതിൽ തന്നെ പലതും വസ്തുതാവിരുദ്ധമായ ചില കാര്യങ്ങളുണ്ടെന്നാണ് ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു അനുസ്മരണം നടത്താൻ വേണ്ടിയിട്ട് അവിടെ പോയപ്പോൾ അവർ തന്നെ പറഞ്ഞത്. സ്വാഭാവികമായി അങ്ങനെ ഉണ്ടാകാം. മുൻധാരകൾ അല്ലെങ്കിൽ അവർ MLA മാരോ MP മാരോ അതുമായി ബന്ധപ്പെട്ട ഒന്നും ആകാത്തത് കൊണ്ട് തന്നെ അവർ ചിന്തിയ ചോരയ്ക്ക്, അവർ സഹിച്ച ത്യാഗത്തിന്, അവർ കൊണ്ട അടിക്ക്, അവർ കൊണ്ട വർധനത്തിന്, അവരുടെ പൊട്ടിപ്പോയ കണ്ണുകൾക്ക് ഒന്നും ചരിത്രത്തിൽ പ്രാധാന്യമില്ലാതെ പോകുന്നില്ല. ഇപ്പൊ പുതിയ രൂപത്തിൽ മതവും ജാതിയും ഒക്കെ തന്നെ, ഇപ്പൊ പഴയ കാലത്ത് ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമാണ് ജാതി എന്നൊക്കെ പറയുന്നതിന് പുതിയ വ്യാഖ്യാനം വന്നിരിക്കാം. ഒരുപാട് പുസ്തകം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇതൊന്നും അങ്ങനെ പണ്ടേ മുതലുള്ള ജാതിയൊന്നുമല്ല. മുസ്ലിംസ് ഒക്കെ ഇങ്ങോട്ട് വന്ന് സവർണരായ ആളുകളെയൊക്കെ തന്നെ മോശപ്പെട്ട പണി ചെയ്യാൻ വേണ്ടി തട്ടിവിട്ടതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അയിത്ത ജാതിക്കാരൊക്കെ ഉണ്ടായത് എന്ന് പറയുന്ന രൂപത്തിൽ തടിച്ച പുസ്തകങ്ങൾ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ജാതിയൊന്നും പഴയതുപോലെയല്ല, പുതിയത് ഇവരൊക്കെ വന്നതിന് ശേഷം ഉണ്ടായതാണ് ഇത്ര ജാതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നാകണം എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്? 1921 ഉണ്ടായിരുന്ന അസമത്വത്തിന് തുല്യമായി മനുഷ്യർ അസമത്വത്തിൽ ആണ്ടുകിടക്കുന്ന ഒരു നാട്, 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു ജീവിതകാലം, ആയിരക്കണക്കിന് ആൾ ഓരോ ദിവസം ഓരോ അരമണിക്കൂറിലും ഓരോ കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന നാട്. അങ്ങനൊരു സമയത്ത് കൂടിയാണ് നമ്മൾ ഈ 100-ാം വർഷമൊക്കെ ആചരിക്കുന്നത്. 100-ാം വർഷം ആചരിക്കുമ്പോൾ നമ്മുടെ നാട് ഇന്ന് ഈ 100 വർഷത്തിന് ശേഷം എവിടെ എത്തി നിൽക്കുന്നു? തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളൂർ എന്ന് നേരത്തെ
മൂലൂര് പറഞ്ഞതിനപ്പുറത്ത് നായും നരിയും നടക്കുന്ന പന്ഥാവിൽ പോയി മുഴക്കുന്നു പാഷാണ്ടർ എന്നാണ് മൂലൂർ എഴുതിയതെങ്കിൽ ആശാൻ എഴുതിയത് മറ്റൊരു വരിയായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വരികളാണ്. അതൊക്കെ വന്നു 1930 ആചാര ഭാഷയ്ക്കെതിരെ അത് അടിമത്ത ഭാഷയാണെന്ന് പറഞ്ഞ് കർഷക സംഘം, അന്നത്തെ കർഷക സംഘം കേരളത്തിൽ പതുക്കെ കർഷക സംഘമൊക്കെ രൂപീകരിച്ചിങ്ങ് വന്ന് പതുക്കെ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യന്, സാധാരണക്കാരന്, പിന്നോക്കക്കാരന് ഞാനെന്ന് പറയാനുള്ള അവകാശമില്ല, അടിയനെന്ന് പറയണം, അവന് ഭക്ഷണം എന്ന് പറയാൻ അവകാശമില്ല, കഞ്ഞി ചോറ് എന്ന് പറയാൻ അവന് അവകാശമില്ല, കരിക്കാടി എന്ന് പറയാനേ അവകാശമുള്ളൂ. അങ്ങനെ ഭാഷയുടെ ഭാഗമായി പോലും ചങ്ങല കൊണ്ട് ബന്ധിച്ചു നിന്നിരുന്ന സമൂഹത്തിൽ കർഷക പ്രസ്ഥാനം ഒരു പ്രമേയം പാസാക്കി. ആ കർഷക പ്രസ്ഥാനം ഒരു പ്രമേയം പാസാക്കിയത് ഈ ആചാര ഭാഷയ്ക്കെതിരായി, അത് അടിമത്ത ഭാഷയാണെന്ന് മനസ്സിലാക്കി അതിനെ ലംഘിക്കണം. അത് കേട്ടിട്ട് ആണോ എന്നറിയില്ല. ഒറ്റപ്പാലത്ത് ഒരു ചെറുപ്പക്കാരൻ, ഈഴവ ചെറുപ്പക്കാരൻ പോയി ഉപ്പ് ചോദിച്ചു. ഉപ്പ് എന്ന് ചോദിക്കാൻ പാടില്ല, പുളിച്ചതെന്ന് ചോദിക്കാൻ പാടുള്ളൂ. അപ്പം തന്നെ തല്ലിക്കൊന്നു. ഉപ്പ് എന്ന് ചോദിക്കാൻ പാടില്ല, ഈഴവനായാലും ദളിതനായാലും ഒക്കെ തന്നെ പുളിച്ചതെന്ന് ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്തുകൊണ്ടാണ് കർഷക പ്രസ്ഥാനം 1939 കേരളത്തെ പിടിച്ചുകുലി കയറ്റുകുലി ബീഡി തൊഴിലാളികളുടെ പ്രക്ഷോഭം എന്നാണ് നടന്നത്. നവോത്ഥാനത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ അതിന് വഴി നടക്കാൻ വേണ്ടിയുള്ള, പൗരാവകാശത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തോടൊപ്പം തന്നെ വർഗങ്ങൾ, കർഷകർ, തൊഴിലാളികൾ അവരൊക്കെ തന്നെ ഈ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സംഘടിക്കാനും സമരം ചെയ്യാനും അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താനും തെരുവിൽ വരികയും ചെയ്തതോടുകൂടിയാണ് ഈ അടിമത്ത ഭാഷയ്ക്കെതിരെ, ആചാര ഭാഷകൾക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടി നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിരുന്നു. അപ്പൊ ഒറ്റയ്ക്കാണ് ആ ചെറുപ്പക്കാരൻ അത് ചോദിച്ചത് എങ്കിൽ പോലും അദ്ദേഹത്തിന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നു ആചാര ഭാഷ ലംഘിച്ചതിന്. അമച്ചാടിദേവന്റെ കണ്ണുപോയി, രാമനിളയതിന്റെ കണ്ണുപോയി, അവിടെ ചങ്കുപിള്ള രക്തസാക്ഷിയായി. ഇതൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ ഈ കേരളത്തെ നമുക്കറിയാം, അയ്യങ്കാളി പഞ്ചമിയുടെ എന്ന് പറയുന്ന കുട്ടിയും പിടിച്ച് സ്കൂളിൽ പോയി. അപ്പൊ നമുക്കറിയാം വിദ്യാലയത്തിൽ പോകാൻ കുട്ടികൾക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷെ 6 കാലിൽ പന്തലിടാൻ അവകാശം ഉണ്ടായിരുന്നില്ല. പശുവിനെ കറക്കാൻ ഈഴവർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല. സദ്യക്ക് പപ്പടം വിളമ്പാൻ അവകാശം ഉണ്ടായിരുന്നില്ല. വിവാഹങ്ങൾക്ക് വാദ്യാഘോഷങ്ങൾ നൽകാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്വാതന്ത്ര്യ ബോധം കിട്ടിയ മനുഷ്യർ പതുക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭ രംഗത്ത് വരാൻ തുടങ്ങിയപ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആശാൻ എഴുതിയത് ലഹളയെ നീ തന്നെ ഇന്ന് ഏറ്റവും വലിയ പരിഷ്കർത്താവ്. എൻ്റെ നാട്ടിൽ താണിശ്ശേരി എന്ന് പറയുന്ന ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കൂടാർമാണിക്യത്തിന്റെ തൊട്ടടുത്ത് താണിശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ താണിശ്ശേരിയിലാണ് ശ്രീനാരായണ ഗുരു 16 അടിയന്തരം നടത്തി ഈഴവ സമൂഹം നശിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 ആചരിക്കുക. 10 ആചരിക്കാൻ വേണ്ടി തൻ്റെ ഇടത്തോടു കൂടി വന്ന ഈഴവരായിരുന്നു താണിശ്ശേരിക്കടുത്ത്. വലിയ നായർ ഈഴവ കലാപം ഉണ്ടായി. അവിടെ 100 കണക്കിന് വീടുകൾ തീയിട്ട് നശിപ്പിച്ചു. അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ ബോധാനന്ദൻ സ്വാമികൾ, അദ്ദേഹത്തിന്റെ പേരിൽ സ്കൂളുണ്ട് ഇപ്പോ കുറുക്കഞ്ചേരിയിൽ, തൃശ്ശൂർ. ആ ബോധാനന്ദ സ്വാമികൾ ധർമ്മപട സംഘം എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഗുണ്ടാപ്പടയെ നേരിടാൻ വേണ്ടി രംഗത്ത് വന്ന് അടിച്ചു ഓടിപ്പിച്ചു. അപ്പോൾ വെറുതെ നമുക്ക് സത്യാഗ്രഹം ഇരുന്നത് കൊണ്ടും മാത്രമായി നമുക്ക് കിട്ടിയതല്ല ഇതൊക്കെ. ആ സത്യാഗ്രഹത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. സത്യാഗ്രഹമായിരുന്നു ശരി എന്നൊക്കെ പറയുന്ന ഒരുപാട് വിവാദങ്ങളൊക്കെ വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വേദികളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ അത് വഹിച്ച റോള് എന്തായിരുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അങ്ങനെ ഉണ്ടായിരുന്ന ഈ കേരളത്തെ പിന്നടത്തം നടത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടക്കും. ശബരിമല വിവാദമുണ്ടായ സമയത്ത് മാതൃഭൂമി വീക്കിലിയിൽ ഒരു കവിത വന്നിരുന്നു. പിന്നോട്ട് നടക്കുന്ന ജീവി ഏതാണ് എന്നായിരുന്നു അതിലെ ആദ്യത്തെ വരി. അത് എഴുതിയ ആളുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ശബരിമല വിവാദം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു. പിന്നോട്ട് നടക്കുന്ന ജീവി ആരാണ്? ആ കവി അതിൽ എഴുതിയത് NM നമ്പൂതിരി എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ മലയാളിയെ കുറിച്ച് ഒരു വ്യാഖ്യാനം നടത്തിയിരുന്നു. മലയാളുന്നവൻ മലയാളി എന്ന് പറയുന്ന ആ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് ഈ പിന്നോട്ട് നടക്കുന്ന ജീവിയാണ് മലയാളി എന്ന് പറയുന്ന രൂപത്തിലേക്ക് അതിന്റെ ചില നിമിത്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു കവിത വരികയുണ്ടായി. അപ്പൊ നമ്മുടെ കേരളത്തെ എന്തൊക്കെ നാം
നേടിയോ, പ്രബുദ്ധത എന്നൊക്കെ പറയുന്ന നേട്ടങ്ങളെ ഒക്കെ തന്നെ പതുക്കെ 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 തിരസ്കരിച്ച് തമസ്കരിച്ച് സിറിഞ്ച് വെച്ച് വലിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ പ്രബുദ്ധതയെ, നമ്മുടെ പുരോഗാമിത്വത്തെ, നമ്മുടെ ഇടതുപക്ഷ ആശയങ്ങളെ ഒക്കെ തന്നെ വലിച്ചെടുത്ത് തമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ 100-ാം വർഷം ആചരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വം കുറേ കൂടി വലുതാണ്. നമ്മൾ ആമച്ചാടിദേവനെയോ രാമനിളയതിനെയോ അതുപോലെ തന്നെ ചിറ്റെടുത്ത് ശങ്കുപള്ളിയെയോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഒരുപാട് മനുഷ്യർ. നമുക്ക് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100-ാം വർഷത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തൊട്ടടുത്ത തലയോലപ്പറമ്പിൽ 1914 വലിയൊരു കർഷക പ്രക്ഷോഭം നടന്നു. ആ കർഷക പ്രക്ഷോഭത്തെ കുറിച്ച് നമുക്ക് രേഖകൾ തപ്പിയാൽ ഒന്നും കിട്ടാനില്ല. ആ സമരത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തതിനെ കുറിച്ച് നമുക്കൊരു വിവരവുമില്ല. ഈ തൊട്ടടുത്താണ് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് 1914 സാധുജന പരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ആ പ്രക്ഷോഭം നടന്നത്. അപ്പൊ നമുക്ക് നമ്മളെല്ലാം ഡിജിറ്റൽ ലോകമാണ്, നമുക്ക് കിട്ടാത്തതൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ പോലും നമ്മെ നമ്മളാക്കി മാറ്റിയ ചരിത്രത്തിന്റെ ഈടുവെപ്പുകൾ പോലും പലതും നമുക്ക് ലഭ്യമല്ലാത്ത ഒരു കാലത്ത് കൂടിയാണ് നാം ജീവിക്കുന്നത്. നാം ചരിത്രത്തെ ഓർമ്മിക്കുന്നത് അത് അയവെട്ടാനുള്ള ഒന്നായിട്ടല്ല, നമുക്ക് മുന്നോട്ട് പോയാലുള്ള, കുതിക്കാനുള്ള. ഈ കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയുണ്ടല്ലോ, പിന്നോട്ട് നടക്കുന്ന കാലുകൊണ്ടല്ലേ മുന്നോട്ട് പായുന്നു എന്ന് പറയുന്നത്. പിന്നോട്ട് നടക്കുന്ന കാലുകൊണ്ടല്ലേ മുന്നോട്ട് പായുക എന്ന് പറയുന്നത് പോലെ നാം ചരിത്രത്തേക്ക് നോക്കുന്നത് അതിന്റെ ചരിത്രത്തിൽ മുൻപേ നടന്ന കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഓർത്ത് അതിൽ ഉൾപ്പുളകിതരായി നിൽക്കാനല്ല, അതിൽ നിന്ന് ഊർജം വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിൽ വളർന്നു വന്നിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ശത്രുക്കളാരാണ്, ആ ശത്രുക്കളെ നമുക്ക് എങ്ങനെ തിരസ്കരിക്കാൻ കഴിയും, നമ്മുടെ സമൂഹത്തെ എങ്ങനെ ജനാധിപത്യവൽക്കരിക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തെ മനുഷ്യനെ സ്നേഹിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയായി അതിനെ പടുത്തുയർത്താൻ, മാറ്റി തീർക്കാൻ നമ്മുടെ മുന്നിലുള്ള കടമ്പകൾ എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് നമ്മൾ ഈ ചരിത്രത്തിലേക്ക് തിരിയുന്നത്. അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ച് 100 വർഷം മുൻപ് കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കുറെ ആളുകൾ തല്ലുകൊണ്ട് കുറെ ആളുകൾ ജയിലിൽ പോയി. ഇപ്പോഴും നമുക്ക് കുഞ്ഞാലനെ കുറിച്ച് അറിയില്ല, വൈക്കം കാളി എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് അറിയില്ല, കുഞ്ചച്ചനെ കുറിച്ച് അറിയില്ല, അനന്തനെ കുറിച്ച് അറിയില്ല. ഇവരൊക്കെ ഈ പോരാട്ടത്തിൽ വലിയ ത്യാഗം സഹിച്ച് തടവറയിൽ പോയവരാണ്. അവരെ കുറിച്ച് നമുക്ക് രേഖാചിത്രങ്ങളില്ല, എഴുത്തുകളില്ല, ഒന്നും നമ്മുടെ മുന്നിലില്ല. ചരിത്രം അന്വേഷിക്കുന്ന മനുഷ്യർക്ക്, അതിന്റെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് ഈ ചരിത്രത്തിന്റെയൊക്കെ പിന്നാമ്പുറങ്ങൾ എന്താണ് എന്ന് തേടി പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കോ ഗവേഷകർക്കോ ഒക്കെ ഒരു പക്ഷെ കിട്ടാം. പക്ഷേ അവരെല്ലാം കൂടി നേടിത്തന്നതാണ് നമ്മുടെ ഈ നാട്. നമുക്ക് പഴയ സിനിമയൊക്കെ അല്ലേ, തിലകന്റെ സിനിമയൊക്കെ, കുടുംബ ഇങ്ങനെ വയ്ക്കുന്ന ഇപ്പോഴും തമിഴ്നാട്ടിലെ സിനിമയൊക്കെ പോയി തമിഴ്നാട്ടിൽ എപ്പോഴും നമുക്ക് കാണാം ഇങ്ങനെ ഗോപി വരയ്ക്കുന്ന ആളുകൾ അല്ലേ, പുതിയ രൂപത്തിൽ ഗോപി വരയ്ക്കുന്ന. ആ ഗോപി വരച്ച ആളെ കണ്ട അപ്പം മനസ്സിലാവും ഏതാ ജാതി. പിന്നെ ഇങ്ങനെ വരച്ചിട്ട് അതിന്റെ ഒരു സിന്ദൂരം തൊടുന്ന ജാതി. അപ്പൊ ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവും എന്ന് ചോദിച്ചതുപോലെ, പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും എന്ന ചോദ്യം വരുന്നത് പോലെ ഉണ്ടായൊരു കാലമാണ്. ഈ ഇരുട്ടിനെ വെട്ടി മാറ്റിയിട്ടാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ സ്വച്ഛന്തമായ വായുവൊക്കെ ശ്വസിക്കാനും തല നിവരാനും നമുക്ക് കഴിഞ്ഞത്. അപ്പോ വെമ്പനാട്ടുകായലിൽ മുങ്ങിക്കുളിക്കാൻ ഇപ്പൊ നമുക്ക് ഏതായാലും തിട്ടൂരം വേണ്ട. ഇണ്ടതുരുത്തിയുടെ അത് പോയി, അത് ATCയുടെ ചെത്തുതൊഴിലാളികളുടെ ഓഫീസായി മാറ്റി. ചരിത്രത്തിന്റെ ഒരു പ്രാധാന്യമായ പ്രശ്നമാണ്. ഞാനിവിടെ സഹാക്കൾ വന്നപ്പോൾ പറഞ്ഞു ഇത് മാത്രമല്ല അതും പോയി ഒന്ന് കാണണം, കാരണം അതും നമ്മളൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഇങ്ങനെ കയ്യും വീശി ഇങ്ങനെ നടക്കാം, എത്ര മനുഷ്യരുടെ ത്യാഗത്തിന്റെ ഫലമാണ്. പക്ഷേ ആ ത്യാഗത്തിന്റെ കണക്ക് പുസ്തകം സൂക്ഷിക്കലോ തുറന്നു നോക്കൽ മാത്രമല്ല നമ്മുടെ കടമ. എന്തിനെയൊക്കെ നാം ആട്ടിപ്പായിക്കാൻ പരിശ്രമിച്ചോ ആ ശക്തികൾ പതുക്കെ ഒടാനക്കൂടി സമ്പത്തിന്റെ മൂലധന ശക്തികൾ തിരിച്ചു വന്ന് നാം നേടി എന്ന് പറയുന്ന ജനാധിപത്യത്തെയും മതേതരപേക്ഷതയെ എല്ലാം തന്നെ പോവുകയാണ്. ഇപ്പൊ സാധാരണ രൂപത്തിൽ നമുക്ക് നിയമം, ഭരണഘടന ഒരു പുസ്തകം മാത്രമായിട്ട് ഇപ്പൊ മാറുകയാണ്. അതിനു പകരം നമ്മുടെ കേരള ഹൈക്കോടതിയിൽ പോലും ജഡ്ജിമാര് വിധി പറയുന്നത് പലതരത്തിലുള്ള സ്മൃതികളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഒരു പ്രശ്നവും ആർക്കും തോന്നുന്നില്ല. വിധികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ശബരിമല വിധി അതല്ലേ, നമ്മളെല്ലാം ഇങ്ങനെ കൗതുകത്തോട് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് എന്ന് കേട്ട് നമ്മൾ TV-യുടെ മുന്നിൽ ഇരുന്നു എന്തായിരിക്കും വിധി. അപ്പോ 49 ഡിസംബർ 22-ാം തീയതി ബാബറി മസ്ജിദിന്റെ ഉള്ളിൽ വിഗ്രഹം കടത്തിവെച്ചത് തെറ്റ്, നല്ല വിധി. അത് കഴിഞ്ഞ് ബാബറി മസ്ജിദ് ഡിസംബർ 6-ാം തീയതി പൊളിച്ചത് തെറ്റ്, അതും തെറ്റ്. ക്രിമിനൽ കുറ്റം ശരി. ഇതൊക്കെ കഴിഞ്ഞിട്ട് പൊളിച്ചവർക്ക് അങ്ങ് അമ്പലം കൊടുക്കാൻ പോയി. സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ വിധി എഴുതുന്ന ജഡ്ജിമാരുടെ പേരുണ്ടാകും, ഒപ്പുണ്ടാവും. ആരാണ് ആ വിധി എഴുതിയത് അവരുടെ ഒപ്പുണ്ടാവും. ഏതൊക്കെ ബെഞ്ചിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പേരുണ്ടാവും.
അങ്ങനെ പേരും ഒപ്പുമില്ലാതെ വന്ന ഒരു വിധിയാണ് ബാബറി മസ്ജിദ് കേസിന്റെ വിധി വന്നത്. അതും കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് റിട്ടയർഡ് ചെയ്ത ജസ്റ്റിസ് വന്ന് പറഞ്ഞത്, എനിക്ക് വലിയ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കും, അപ്പൊ ദൈവം പറഞ്ഞു ഞാൻ വിധി എഴുതും. ആ ദൈവം ആരായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 1913 സെപ്റ്റംബർ 16 മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി BJP കോൺക്ലേവിൽ ഓഗസ്റ്റ് മാസത്തിൽ ഗോവയിലെ കോൺക്ലേവിൽ വെച്ച് അദ്ദേഹത്തെ BJPയുടെ അടുത്ത പാർലമെന്റ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യ ടുഡേയുടെ ഒരു കോൺക്ലേവ് ഡൽഹിയിൽ നടന്നു സെപ്റ്റംബർ 16. ആ സെപ്റ്റംബർ 16 നടന്നതിൽ അദ്ദേഹം പറഞ്ഞു, ലോകത്ത് പല ദുഷ്കരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ ദൈവം ചിലരെ നിയമിക്കും. ഇന്ത്യയിൽ അത്തരം ദൗത്യം ഏറ്റെടുത്താൻ നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം പാർലമെന്റിലേക്ക് അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടില്ല. സെപ്റ്റംബർ 16 മെയ് 22 അദ്ദേഹം പ്രധാനമന്ത്രിയായി. അതും കഴിഞ്ഞപ്പോൾ പാർലമെന്റിൽ വൈസ് പ്രസിഡന്റായി, പിന്നീട് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായ പാർലമെന്ററി കാര്യമന്ത്രി അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ദൈവത്തിന്റെ വരദാനം കിട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഒരാളാണ്. വേറൊരാൾ പറഞ്ഞു കൃഷ്ണന്റെ അവതാരമാണ്. ദൈവം പറഞ്ഞാൽ പിന്നെ വേറെ അതിന് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല, എല്ലാം തലവിധിയാണ്. അതിനെ ചോദ്യം ചെയ്യാൻ വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുപ്രീം കോടതികൾ പോലും മനുഷ്യന്റെ ഭരണഘടനയെ വെറും പുസ്തകമാക്കി മാറ്റി അതിനെ മുഴുവൻ തന്നെ മാറ്റാതെ തന്നെ, ഒന്നും മാറ്റണ്ട, ഒരു ഭരണഘടനാ ഭേദഗതിയും വേണ്ട, ഒന്നും വേണ്ടാതെ തന്നെ നാം നമ്മുടെ പൂർവികർ സമരം ചെയ്ത് ജീവൻ കൊടുത്ത് തൂക്കുമരത്തിലേറി കഴുമരങ്ങളിലേറി തടവറകളിൽ കിടന്ന് നരകിച്ച് നേടിയെടുത്തിരുന്ന അവകാശങ്ങൾ പതുക്കെ 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 തൂത്തുമാറ്റി ഒരു മതാന്ത സമൂഹത്തിലേക്ക് രാജ്യത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ 100-ാം വർഷം നമ്മൾ ആചരിക്കുന്നത്. അപ്പൊ ശത്രുക്കൾ വളരെ വലുതാണ്. പണ്ട് നമുക്ക് ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം മതിയായിരുന്നു എങ്കിൽ നേരിട്ട് നമ്മളെ ഭരിക്കുന്ന ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരായ പോരാട്ടമാണ് നമുക്ക് നടത്തേണ്ടിയിരുന്നത് എങ്കിൽ ഇപ്പോ അതല്ലാതെ തന്നെ അദൃശ്യമായ കരങ്ങളിലൂടെ നമ്മുടെ അടുക്കള വരെ നാം എന്ത് ഭക്ഷിക്കണം, നാം ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണം, നാം എന്ത് വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ എല്ലാം ഇന്ത്യയുടെ നാനത്വത്തിന്റെ ഏകത്വം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ തന്നെ മാറ്റി പുതിയ വ്യാഖ്യാനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിന് പകരം ഏകതാനകളുടെ ഏകത്വം, അതാണ് ഇന്ത്യ എന്ന് RSSന്റെ മേധാവി 2 വർഷം മുൻപ് പുതിയ വ്യാഖ്യാനം നടത്തി കഴിഞ്ഞിരിക്കുന്ന ഏകതാനതയുടെ ഏകത്വമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്ന് പറയുന്ന വ്യാഖ്യാനം കൂടി പിറന്നു കഴിഞ്ഞിരിക്കുന്ന മണ്ണിലാണ് നാം ഈ 100-ാം വർഷം ആചരിക്കുന്നത്. അതുകൊണ്ട് വെട്ടിമാറ്റാനുള്ള, തൂത്തുമാറ്റാനുള്ള, പ്രക്ഷോഭം നടത്താനുള്ള കരുത്ത് കൂടുതൽ ശക്തിയോടുകൂടി സമാഹരിക്കേണ്ടിയിരിക്കുന്നു. വിശാലമായ ഐക്യനിര ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ, മതനിരപേക്ഷതയുടെ, ഫെഡറലിസത്തിന്റെ ഒക്കെ തന്നെ അംശങ്ങൾ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വസ്ഥമായി നമ്മുടെ വീടുകളിൽ അന്തി ഉറങ്ങാൻ കഴിയൂ എന്ന് പറയുന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെങ്കിൽ ആ പോരാട്ടത്തിന്റെ പാതയിലേക്ക് വിശാലമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ഐക്യനിര പടുത്തുയർത്തേണ്ടത് ഒരു അടിയന്തര കടമയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് റെഡ് ഫ്ലാഗ്. അതിന് എന്തൊക്കെ യോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ ഐക്യം എന്ന് പറയുന്നത്, ഇടതുപക്ഷം എന്ന് കേൾക്കുമ്പോൾ ഉടനെ തന്നെ ചില ആളുകൾ CPM CPI എന്ന് മാത്രമാണ് ഓർമ്മ വരിക. ഈ രാജ്യത്ത് വിശാലമായി സാമൂഹ്യ മാറ്റം അംഗീകരിക്കുന്നവരെ പൊതുവെ പറയുന്ന ഒരു പേരാണ് ഈ വ്യവസ്ഥ, ഈ സാമൂഹ്യ മാറ്റം. അങ്ങനെ ഉണ്ടാകുന്ന പാർട്ടികൾ ഉണ്ടാകാം, വ്യക്തികൾ ഉണ്ടാകാം, സമൂഹം ഉണ്ടാകാം. ഒരു വലിയ ഫോഴ്സാണ് ഇന്ത്യ രാജ്യത്തുണ്ട്. അതൊരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഐക്യമുണ്ടാകണം. അതോടൊപ്പം തന്നെ സാമ്രാജ്യത്വ രാജ്യത്തിന്റെ എല്ലാ അവകാശങ്ങളും കവരാൻ വരുന്ന ഫാസിസ്റ്റുകൾക്കെതിരായിട്ടുള്ള വിശാലമായ ഐക്യനിരയും ഈ കാലഘട്ടത്തിൽ ഉണ്ട്. അത് പടുത്തുയർത്തേണ്ടതുണ്ട്. അത്തരം ഒരു തിരിച്ചറിവോട് കൂടിയാണ് ഈ വൈക്കം സത്യാഗ്രഹം അതിന്റെ ചരിത്രവും വർത്തമാനം എന്ന് പറയുന്നത്. നേരത്തെ പറയുന്ന രൂപത്തിൽ വിഴുകാൻ തട്ടഹസിച്ചു വരുന്ന ശക്തികൾക്ക് എതിരായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കവരാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള വിശാലമായ ഐക്യനിര ഉണ്ടാകണം. കേരളത്തിൽ നവോത്ഥാനത്തിന്, ഐക്യത്തിന്, അനാചാരങ്ങൾക്കെതിരായ പോരാട്ടത്തോടൊപ്പം തന്നെ കർഷക പ്രസ്ഥാനവും തൊഴിലാളി പ്രസ്ഥാനവും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളുടെ പരമ്പരയാണ് ഇതിൽ വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നടന്നു വഴി കിട്ടിയപ്പോഴും തിരുവാർപ്പിൽ വലിയ സമരം നടന്നില്ല. പക്ഷെ തിരുവാർപ്പിൽ വഴി തുറന്നു കിട്ടി നമുക്ക്. സുചീന്ദ്രൻ ക്ഷേത്രം അത് വഴി തുറന്നു കിട്ടി. അങ്ങ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ അമ്പലം അവിടെയും തുറന്നു കിട്ടി. അവിടെ സമരമൊന്നും ഉണ്ടായില്ല. TK മാധവൻ ആദ്യം ഹരിപ്പാട് അമ്പലത്തിൽ സമരം നടത്തണമെന്നുള്ളതായിരുന്നു. ഹരിപ്പാട് അമ്പലത്തിലാണ്
ഈ സത്യാഗ്രഹമൊക്കെ നടക്കുന്ന സമയത്ത് ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് ലഭ്യമാണ്. വലിയ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. സർ CP-യുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഇവരെയൊക്കെ തന്നെ മനുഷ്യരായി പരിഗണിക്കാൻ പറ്റുമോ? വഴിയൊക്കെ തുറന്നു കൊടുക്കാൻ പറ്റുമോ? അമ്പലമൊക്കെ തുറന്നു കൊടുക്കാൻ പറ്റുമോ? നീലകണ്ഠ ശർമ്മ, പട്ടാമ്പിയിലെ സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ, അദ്ദേഹം വലിയ പ്രോഗ്രസീവായ നിലപാടുണ്ട്. അവർണർക്ക് വരെ സംസ്കൃതം പഠിക്കാൻ വേണ്ടി തുറന്നാണ് പട്ടാമ്പിയിലെ സംസ്കൃത സർവകലാശാല. അദ്ദേഹമായിരുന്നു ആ സമിതിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ ചോദ്യാവലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയാണ്, എന്തായിരുന്നു വന്ന് ഈ ഇപ്പോൾ കയ്യിൽ ചരടൊക്കെ കെട്ടി അവർണറായിരിക്കുന്ന മനുഷ്യരൊക്കെ നേരിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റും, ഇനിയും ഈ ത്രൈവർണികരുടെ ലോകത്തേക്ക് ഞങ്ങളെയും കൂട്ടും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് അവിടേക്ക് പ്രവേശനം ഇല്ല. അത് ത്രൈവർണികരുടെ ലോകമാണ് അവർ സൃഷ്ടിക്കാൻ പോകുന്നത്. ഇന്നത് ഫിനാൻസ് മൂലധനത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ 10 മടങ്ങ് ശക്തിയോടുകൂടിയാണ് നാം ആ പോരാട്ടം ശക്തിപ്പെടുത്തേണ്ടത്. ആമച്ചാടിത്തേവന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മൾ ശിരസ് നമിക്കുമ്പോൾ, അതുപോലെ തന്നെ രക്തസാക്ഷിയായ ചിറ്റടുത്ത് ശങ്കുപിള്ളയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മൾ ശിരസ് നമിക്കുമ്പോൾ, പോരാട്ടത്തിൽ അങ്ങ് അനാഥാനായി മരിച്ചു വീഴേണ്ടി വന്ന മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോൾ, ഇനി പേര് പോലും ഓർക്കാത്ത മനുഷ്യരെ കുറിച്ച് ഓർക്കുമ്പോൾ, അവരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മൾ ശിരസ് നമിക്കുമ്പോൾ, നമുക്ക് അവരേറ്റെടുത്തിനേക്കാൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. എത്രയോ മനുഷ്യർ, ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, അറിയുന്നവരും അറിയപ്പെടാത്തവരുമായ മനുഷ്യർ ചോര ചിന്തി നേടിത്തന്ന സ്വാതന്ത്ര്യമാണ് തട്ടിപ്പറിക്കുന്നത്. അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അവരെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ഈ സമ്മേളനത്തിൽ ഉണ്ടാകണം. അപ്പൊ ആളുടെ പെരുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും ചെറുപ്പമാണ്. ആയിരക്കണക്കിന് ആളുകളാണ് KPCC-യുടെയും മറ്റു യോഗങ്ങളിലൊക്കെ അപ്പുറത്തുണ്ടായത്. വലിയ സമ്മേളനങ്ങളായി. പക്ഷെ ഇതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഞങ്ങളിത് കാണുന്നത് ഇത് ഒരു അവസാനത്തോടു കൂടി പോകേണ്ട ഒന്നല്ല, ഇതൊരു തുടക്കമാകണം എന്നുള്ളതാണ്. ഇതൊരു തുടക്കമാകണം എന്നുള്ളതാണ്. ഈ സമ്മേളനം 7:30 8 മണിക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ അടഞ്ഞു പോകാതെ, ഇവിടുത്തെ നേരത്തെ കുരിപ്പുഴിയും അതുപോലെ പലരും സംസാരിച്ചതുപോലെയുള്ള വിഷയം, ഇതിനു മുൻപ് താലത്തിനെതിരായിട്ടൊരു പരിപാടി ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പോഴൊരു വാർത്ത വന്നു, ആ താലം മാറ്റി ദേശത്താലപ്പൊലിയാക്കി. അപ്പൊ പിന്നെ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് നടത്തണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ മാറ്റിവെച്ചതാണ്. ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെയല്ല. ബാക്കി ആളുകൾ പതുക്കെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. ഓരോ ജാതിക്കാരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മതി എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ വന്നിട്ട് പുറമേയുള്ള ചില ലേപനമൊക്കെ നടത്തിയിട്ട് ചില വരിക. പക്ഷെ നമുക്ക് നമ്മുടെ മുന്നിൽ ആ ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അറിയപ്പെടുന്നവരും അറിയാത്തവരുമായ എത്രയോ മനുഷ്യർ ചോര ചിന്തി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം, അവരെയാണ് നാം ഓർക്കുന്നത്. അവരെ ഓർക്കുന്നത് നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഊർജമാണ്. നമ്മുടെ ശത്രുക്കളെ നമുക്ക് നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കാൻ, നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹത്തെ എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ, ഞാൻ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കാൻ, ഞാൻ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാൻ, ഞാൻ എന്ത് ഭാഷ സംസാരിക്കണമെന്ന് തീരുമാനിക്കാൻ, ഞാൻ ഏത് ദൈവത്തെ പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിക്കാൻ, നീ ദൈവത്തെ പ്രാർത്ഥിക്കണ്ട എന്ന് തീരുമാനിക്കാൻ, അവിശ്വാസിയായി നിലനിൽക്കാൻ ഭരണഘടന നമുക്ക് പ്രധാനം ചെയ്യുന്ന അവകാശത്തെ സംരക്ഷിക്കണമെങ്കിൽ പോരാട്ടം കൂടിയേ മതിയാവൂ. ആ പോരാട്ടത്തിന്റെ ഭൂമികയിലേക്ക് ഒരു ചുവട് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ആവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. അഭിവാദ്യം.